വന്ദേ മാതരത്തിൻ്റെ എല്ലാ ഈരടികളും പാടിയത് ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് കാണേണ്ടത്, ഒരു മതപ്രശ്നമല്ല. ഇന്നലത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് പൊതുവെ ഉയർന്നു വന്ന ഒരു വിവാദമുണ്ടായിരുന്നു. അത് മതനിരപേക്ഷ മനസ്സുകളിലുണ്ടായ ഒരു ആശങ്കയാണ്. ദേശീയ ഗീതം വന്ദേ മാതരം പൂർണ്ണമായും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പാടിയതുമായി ബന്ധപ്പെട്ട ആ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ അഭിനന്ദിക്കുകയും സർക്കാരിന് ഇതുപോലെ പിന്തുണ, ആശംസ എന്നിവ അറിയിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഒരു പുതിയ സർക്കാർ വന്ന ഉടനെ ചാടി വീണ് എതിർക്കുകയല്ല, അങ്ങനെ വിഷയത്തെ കാണാതെ ഈ വിഷയത്തിൽ മതനിരപേക്ഷ മനസ്സുകളിൽ ഉണ്ടായിട്ടുള്ള ആശങ്ക ശ്രദ്ധയിൽപ്പെടുത്തുന്ന നിലയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പൊതുവെ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അത് പിന്നീട് ചർച്ച ചെയ്യപ്പെടുകയും BJPയുടെ നേതാവ് ശ്രീ വി മുരളീധരൻ ഉൾപ്പെടെ വളരെ മോശമായി ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു മതപ്രശ്നമായിട്ടല്ല കാണേണ്ടത്, ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. വന്ദേ മാതരത്തിൻ്റെ എല്ലാ ഈരടികളും പാടിയത് ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് കാണേണ്ടത്, ഒരു മതപ്രശ്നമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സെക്യുലറിസത്തിൻ്റെ ആശയത്തിന് വെല്ലുവിളിയേകുന്ന നിലയാണ് ഇത് എന്നുള്ളത് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നു. വന്ദേ മാതരത്തിൻ്റെ ആദ്യ 2 ഈരടികൾ അത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ പിന്നീടുള്ള 4 ഈരടികളിൽ തീർച്ചയായും ഒരു ബഹുസ്വര സമൂഹത്തിനാകെ അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് ഇപ്പോൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതല്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും സ്വാതന്ത്ര്യത്തിന് മുൻപും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇതിലെടുത്തിട്ടുള്ള നിലപാട് ദീർഘകാലത്തെ ചർച്ചകളുടെ ഭാഗമായിട്ടാണ്. ആ നിലപാട് ബഹുസ്വര സമൂഹത്തിന് ഇതിൻ്റെ എല്ലാ ഈരടികളും കേട്ട് അംഗീകരിച്ചു പോകാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ആദ്യ 2 സ്റ്റാൻസകൾ, ഈരടികൾ അത് മാത്രമാണ് ഉചിതം എന്നുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആ നിലപാടാണ് എടുത്തിട്ടുള്ളത്. പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് കേന്ദ്ര BJP ഗവൺമെൻറ് ഇത് ഒരു പ്രത്യേക നിലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അന്ന് CPIM, എൻ്റെ പ്രസ്ഥാനം, അതിൻ്റെ പോളിറ്റ് ബ്യൂറോ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ആ പ്രസ്താവന എൻ്റെ കയ്യിലുണ്ട്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി തന്നെ മാർച്ച് മാസമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇതൊരു അഡ്വൈസറി മാത്രമാണ്, ഇത് മാൻഡേറ്ററി അല്ല, ഇത് നിർബന്ധിതമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത് അഡ്വൈസ് ചെയ്യാം അല്ലെങ്കിൽ ആവശ്യപ്പെടാം, എന്നാൽ ഇത് നിർബന്ധമായി നടപ്പിലാക്കണമെന്ന് പറയാൻ പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വിജയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് അധികാരമേൽക്കുമ്പോഴും ഈ വിഷയമുണ്ടായിരുന്നു, വിവാദമുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ UDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പൊതുവെ ഇതിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് പറയാനുള്ളത്. മറ്റു ചില കാര്യങ്ങളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നിന്നും വന്ന നിർദ്ദേശങ്ങൾ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇതിലും ഒരു നിലപാട് സ്വീകരിക്കേണ്ടതായിരുന്നു. ഇത് ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റാണ്, ഒരു സെക്യുലർ രാജ്യമെന്നുള്ള നിലയിൽ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും മതരഹിതരായി നിലകൊള്ളുന്നവർക്കും
അവരുടെ വിശ്വാസങ്ങളെ പിൻപറ്റി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട്. എല്ലാ മതവിശ്വാസികളെയും ബഹുമാനിക്കുന്ന പ്രസ്ഥാനമാണ് CPIM. ഇവിടെ ഈ നിലയിൽ എല്ലാവർക്കും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത, നേരത്തെ ഒരുപാട് തവണ ചർച്ച ചെയ്യപ്പെട്ട് അതിൽ നിലപാട് സ്വീകരിക്കപ്പെട്ട ഒരു വിഷയത്തിൽ വന്ദേമാതരം എല്ലാ ഈരടികളും അവിടെ പാടിയത് ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സെക്യുലറിസത്തെ ചോദ്യം ചെയ്യുന്നൊരു പ്രശ്നമാണ്. ഇതിൽ നേരത്തെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എന്താണിതിൽ KPCCയുടെ നിലപാട്? എന്താണിതിൽ UDFലെ മറ്റ് കക്ഷികൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാട്? എന്താണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ വിഷയത്തിലെ നിലപാട്? എന്താണ് CMP ശ്രീ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ CP ജോൺ ഇതുമായി ബന്ധപ്പെട്ട നിലപാട്? എന്താണ് RSPക്ക് ഇതുമായി ബന്ധപ്പെട്ട നിലപാട്? ഇതൊക്കെ സ്വാഭാവികമായും മതനിരപേക്ഷ കേരളത്തിന് അറിയാൻ താല്പര്യമുള്ള വിഷയമാണ്.